നാരായണ നാരായണ നാരായണ. ശ്രീമന്നാരായണീയം ദശകം 48 ശ്ലോകം 6. ദാമോദരൻ എന്ന ആ ലീല പറയണു. ദാമോദരനെ ഈ മരുവൃക്ഷങ്ങളായിട്ട് നിൽക്കുന്ന നളഗോപുര മണിഗ്രീവന്മാർ കാണുന്നു, ഭഗവാനെ സ്തുതിക്കുന്നു. ശിവപാർഷദന്മാരായിട്ട് വീണ്ടും യക്ഷലോകത്തിലേക്ക് തന്നെ പോകുന്നു. ഓം ദശകം 48 ശ്ലോകം 6. ഓം അതന്ത്രമിന്ദ്രദ്രുയുഗം തഥാവിധം സമേയുഷാ മന്ധരഗാമിനാ ത്വയാ തിരായിതോലൂഖലരോധ നിർധുതൗ ചിരായ ജീർണൗ പരിപാതിതൗ തരൂ. മന്ധരഗാമിന, മന്ദം നടക്കുന്നതായിട്ടുള്ള മന്ധരഗാമിന. അവിടെ ഇപ്പോൾ ഈ മെല്ലെ നടക്കുന്ന എന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ മതിയോ നിശ്ചല. ക്രമേണയായിട്ട് ഭാരം കൊണ്ട് ഇപ്പോൾ ഇവിടെ ഉരൽ വലിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അത്ര പെട്ടെന്ന് തന്നെ നടക്കാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയോ ചിലത് ഈ ഭാരമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രയോഗം തന്നെ നടത്തി, മന്ധരഗാമിന എന്ന്. തഥാവിധം അപ്രകാരം ഈ ഉരലും വലിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള, ഇപ്പോൾ ഉരലിൻ്റേതായിട്ടുള്ള ഈ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ പിന്നിന്ന് തള്ളുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അങ്ങനെയല്ല, ഈ ഒരു ഭാരത്തെ ചുമന്ന് നടക്കുന്നു എന്നുള്ള രീതിയിൽ അവിടെ അപ്രകാരം. അതുകൊണ്ടാണ് ഇന്ദ്രദ്രുയുഗം, 2 അർജുന വൃക്ഷത്തെയും, ദ്രുമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം, അത് ഇന്ദ്രം, അതിന് ആ അർത്ഥത്തിലാണ് വരിക. മരുത്ത് വൃക്ഷങ്ങൾ എന്നുള്ളത് അർജുന വൃക്ഷങ്ങൾ, ഇന്ദ്ര വൃക്ഷങ്ങൾ, 2 യുഗം എന്നുള്ള 2. അപ്പം അങ്ങനെ 2 ഈ അർജുന വൃക്ഷത്തെയും അതന്ത്രം വളരെ വേഗം തന്നെ സമേയുഷ അവിടേക്ക് എത്തിപ്പെട്ടു ഭഗവാൻ. ഈ ഉരലും വലിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ എത്തിപ്പെട്ടു, വളരെ വേഗത്തിൽ എത്തിപ്പെട്ടു. എന്നിട്ടോ ത്വയാ തിരായിതോലൂഖല രോധ നിർധുതവും, തിരായുധ ഉലൂഖല, ഇങ്ങനെ തിരായുധം ഒരു വിലങ്ങത്ത് നിൽക്കുക എന്ന് കൂട്ടാ. 2 മരങ്ങളുടെ ഇടയിലേക്ക് ഭഗവാൻ അങ്ങോട്ട് കടന്നു, ഉരലിനെ വിലങ്ങത്തിലാക്കി. അപ്പോൾ ഉരലിനെ മറ്റേ നേരെയാണ് വെച്ചാൽ ഉരൽ കടക്കും. പക്ഷേ ഉരല് 2 മരങ്ങളെയും കോർത്തുകൊണ്ട് വിലങ്ങത്തിൽ നിൽക്കുകയാണ്. 2 മരങ്ങളും ഉരലിൻ്റെ 2 ഭാഗത്തായിട്ട് നിൽക്കുക, നടുക്കിൽ കയറും. അത് ഭഗവാൻ അങ്ങോട്ട് കടന്നപ്പോൾ കയറ് നടുക്കിൽപ്പെട്ടു. അങ്ങനെ തിരായുധ ഉലൂഖല രോധ നിർധുതവും. അപ്പം അതുകൊണ്ട് എന്താ തടസ്സം വന്നു, രോധം ഒരു തടസ്സം വന്നു. എന്നിട്ടോ നിർധുതവും, അത് ധരിക്കല്ല ഉണ്ടായത്, നിർധുതവും ഇളക്കുണ്ടായത്. ധരിക്കുന്നതിനെ വിട്ടു. എങ്ങനെയാ ധരിക്കുന്നത് വിട്ടത്? ഭൂമിയെ ധരിക്കുന്നത്. അപ്പോൾ പുഴകി എന്നാണ് അർത്ഥം, അതാണ്. അപ്പോൾ ഈ ഉരല് വിലങ്ങത്തിലാണ് വന്നു. ഭഗവാൻ ആ കയറൊന്നിട്ട് വലിച്ചു. അപ്പോൾ ഉരലിൻ്റെ ഗതി ലേശം തടുക്കുകയും ചെയ്തു മരങ്ങൾ. അപ്പോൾ മരങ്ങൾ ഇളക്കപ്പെട്ടു. അതാണ് തിരായുധ ഉലൂഖല രോധ നിർധുതവും. വിലങ്ങനെ നിന്നതായിട്ടുള്ള ഈ ഉരല് കാരണം തടസ്സം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് വലിച്ചു എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ ഇളക്കം വന്നു, മരങ്ങൾക്ക് ഭൂമിയുമായിട്ടുള്ള ബന്ധം ലേശം കുറഞ്ഞു. ചിരായ, വളരെ കാലമായിട്ട്, ജീർണവും, കുറച്ചൊരു ജീർണത വന്നിരിക്കുന്നു വേരുകൾക്ക്. മരത്തിനോ അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലുള്ള ഇലകൾക്കോ മറ്റു കാര്യങ്ങൾക്കൊന്നുമില്ല, ജീർണത എത്രയേ ഉള്ളൂ. വേരിലാണ് ക്രമേണയായിട്ടത് വന്നിറക്കുന്നത്. അപ്പോൾ വേര് പെട്ടെന്ന് പുഴങ്ങാൻ കുറച്ച് എളുപ്പമായി, പ്രായം കൊണ്ടാണ്. തരൂ, ആ 2 വൃക്ഷങ്ങളും പരിപാതിതവും നിലംപതിപ്പിക്കപ്പെട്ടു. പരിപാതിതവും പതിക്കപ്പെട്ടു, നല്ലോണം പതിക്കപ്പെട്ടു. പരിപാലിതവും പൂർണ്ണമായിട്ടും പതിക്കപ്പെട്ടു. അതാണ്. അപ്പോൾ ഇവിടെ ഒരു ലേശം മുന്നേ, അതായത് ഭഗവാൻ അവിടെ ഒരു മായ കാണിച്ചിട്ടുണ്ട് എന്നാണ്. മരം അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ശബ്ദം വരും. അപ്പോൾ ആ ശബ്ദം വരുന്നതിന് മുന്നേ തന്നെ, മരങ്ങൾ താഴേക്ക് പതിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് നേരം അവിടെ സ്റ്റക്കായി നിന്നു എന്നാണ്. പുഴകുകയും ചെയ്തു. മരത്തിൽ നിന്ന് ദേവന്മാർ പുറത്തേക്ക് വന്നു. നളഗോപുര മണിഗ്രീവന്മാരായിക്കൊണ്ട് ശിവപാർഷദന്മാരായിട്ട് സുന്ദര രൂപികളായിട്ട് ഭഗവാന്റെ മുമ്പിലേക്ക് വന്നു. ഭഗവാനെ നല്ലോണം സ്തുതിച്ചു, ഭഗവാന്റെ അനുഗ്രഹത്തെ നേടി. അവർ പോയി. പിന്നീടാണ് മരം വീണത് എന്നാണ്.
അത് കവിഭാവനയാവാം, സാന്ദർഭികമായിട്ട് അങ്ങനെയാവാം, ഭഗവാന്റെ മായ പ്രയോഗിച്ചതാവാം. എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, ഇതൊന്നും കഥയിൽ ചോദ്യമില്ല. ഈ മരങ്ങൾ അങ്ങോട്ട് വീണ് ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും വരും. അപ്പം എല്ലാവരും കാണും, ഇവരെ സ്തുതിക്കുന്നതും ഈ രൂപം ഒക്കെ കാണും. അതൊന്നും ആരും കണ്ടിട്ടില്ല. പക്ഷെ ഈ കുട്ടികൾ, ഒപ്പമുള്ളതായിട്ടുള്ള കളിക്കൂട്ടുകാര്, ഈ പാർഷദന്മാരെയൊക്കെ കണ്ടിട്ടുമുണ്ട്, സ്തുതിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അവർ മാത്രമേ കണ്ടിട്ടുള്ളൂ, അവർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അവർ വേഗം അത് സാരില്ല, കൃഷ്ണന്റെ ലീല അത്രയേ ഉള്ളൂ. അവർക്ക് അവന് ഇതില്ല, സ്റ്റോർ ചെയ്യില്ല. തൽക്കാലം പറയാൻ വേണ്ടിയിട്ട് പറയും, അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. അപ്പോൾ കുറച്ച് നേരം അവിടെ സ്റ്റക്കായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ നിമിഷമേ വേണ്ടു, ഈ മരം കടപുഴകിയിട്ട് വീഴുന്ന അത്രയും നേരമേ വേണ്ടൂ ഈ ഭഗവാന്മാർക്ക്, ഈ ദേവന്മാർക്ക് ഭഗവാനെ കാണാനും സ്തുതിക്കാനും ഭഗവാന് അനുഗ്രഹം കൊടുക്കാനും. രണ്ടായാലും കുഴപ്പമില്ല, യുക്തം പോലെ ചിന്തിച്ചോളാം. ഇങ്ങനെ മന്ദരഗാമിന, ഈ മറ്റേ കുറെ മെല്ലെ നടക്കുന്നതായിട്ടുള്ള, ഭാരത്തെ വലിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള ഈ ഉണ്ണി, തഥാവിധം അപ്രകാരം തന്നെ ഇന്ദ്രദ്രുയുഗം, ഈ രണ്ട് മരുത വൃക്ഷങ്ങള്, അർജുന വൃക്ഷങ്ങള്, അത് വളരെ അതന്ത്രം സമയുഷ, ആ മരങ്ങൾ നിൽക്കുന്നതിന്റെ അടുത്തേക്ക് വേഗം തന്നെ ശ്രീകൃഷ്ണൻ അവിടെ എത്തി, വരലും വലിച്ചുകൊണ്ട്. എന്നിട്ടോ സമയുഷ എത്തിക്കഴിഞ്ഞപ്പോ ത്വയാ ഭഗവാനെ അങ്ങയാൽ തിരായിത ഉലൂഖല രോധ നിർധുതവും, വിലങ്ങനെ ആ ഒരലിനെ അങ്ങോട്ട് നിർത്തി. എന്നിട്ട് ഒരല് മരങ്ങളാൽ തടയപ്പെട്ടു എന്ന് കണക്കാക്കി ഭഗവാൻ അങ്ങോട്ട് കടന്നു, ആ കയറ് കൊണ്ട് ഒന്നിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് വേര് പുറമേക്ക് പോരുന്ന രീതിയിൽ ഇളക്കം സംഭവിച്ചു മരങ്ങൾക്ക്. ആ സമയത്ത് ചിരായ, വളരെ കാലമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള ഈ മരങ്ങള് ജീർണവും, അവരുടെ കാലം കഴിഞ്ഞു, തപസ്സിന്റെ കാലം കഴിഞ്ഞു, മരങ്ങളായിട്ട് നിൽക്കേണ്ട സമയം, ശാപമുക്തി കിട്ടി. അപ്പോൾ ആ കാലത്തിലേ സംഭവിക്കുള്ളല്ല, അതാത് കാലത്തെ സംഭവിക്കുള്ളൂ. ആ കാലം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മുക്തിക്ക് അർഹത കിട്ടിക്കഴിഞ്ഞപ്പോൾ തരൂ, ഈ രണ്ട് വൃക്ഷങ്ങളും പരിപാലിതവും, ഭഗവാന്റെ പ്രേരണ കൊണ്ട് ഭൂമിയിലേക്ക് പതിക്കുക തന്നെ ചെയ്തു എന്ന് അതിൻ്റെ വാച്യാർത്ഥം. അതന്ത്രമിന്ദ്രദ്രുയുഗം തഥാവിധം സമേയുഷാ മന്ധരഗാമിനാ ത്വയാ തിരോയിതോലൂഖലരോധ നിർധുതൗ ചിരായ ജീർണൗ പരിപാലിതൗ തരൂ. അഭാജിശാഖിദ്വിതയം യഥാ ത്വയാ തദൈവ തദ്ഗർഭതലാന്നിരേയുഷാ മഹാത്വിഷാ യക്ഷയുഗേന തൽക്ഷണാദ് അഭാജി ഗോവിന്ദ ഭവാനഭിസ്തവൈ. ഗോവിന്ദ യഥാ, അല്ലയോ ഭഗവാനെ, ഈ ഗോക്കളെ വിന്ദനം ചെയ്ത, ഗോക്കളെ വെച്ചാൽ അവിടെ ഇന്ദ്രിയങ്ങളെ എന്നാവാം, ഗോപബാലന്മാരെ എന്നാവാം, പശുക്കളെ എന്നാവാം, ഭൂമിയെ എന്നാവാം, അനവധി ഉണ്ട്. ഈ ജീവജാലങ്ങളെ മുഴുവൻ വിന്ദനം ചെയ്തത് ഭഗവാനാണ്. ഇപ്പോൾ ഈ യമളാർജുനന്മാർക്ക് ഇങ്ങനെ വേണ്ടി വന്നതും ഭഗവാന്റെ ഇച്ഛയാണ്. അതാണ് ഗോവിന്ദൻ. അങ്ങനെ ത്വയാ ശാഖിദ്വിതയം, ഭഗവാനാൽ ഈ രണ്ട് വൃക്ഷങ്ങളും, ശാഖി എന്ന വൃക്ഷങ്ങൾക്ക് പേരുണ്ട്, ശാഖിദ്വിതയം, ഈ രണ്ട് വൃക്ഷങ്ങളും അഭാജി വീഴ്ത്തപ്പെട്ടു. പിന്നെ തദായേവ, അപ്പോൾ തന്നെ തദ്ഗർഭതലാത്, അവയുടെ ഉള്ളിൽ നിന്ന്, എന്നുവെച്ചാൽ അതിൽ മറഞ്ഞിരിക്കുകയാണല്ലോ ഈ ജീവൻ, ഈശ്വര ദേവന്മാരെന്ന നിലയ്ക്ക് അവർ മറഞ്ഞു നിൽക്കുകയാണ്. അതിൽ നിന്ന് പുറമേക്ക് വന്നു നിരേയുഷ, പുറത്തു വന്നവരായിട്ടുള്ള മഹാത്വിഷ, വലിയ ശോഭയോടുകൂടിയ ദേവത്വമാണ്, ദിവ്യത്വമാണ്. അപ്പം അതുകൊണ്ട് അത്രയും ശോഭയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് യക്ഷയുഗേന, ഇവർ രണ്ടുപേരും യക്ഷന്മാരാണ്. കുബേരൻ യക്ഷരാജാവാണ്, ആ കുബേരന്റെ മക്കളാണ്. അപ്പോൾ യക്ഷരാജാവായിട്ടുള്ള ഇവര് രാജാവിന്റെ പുത്രന്മാരായിട്ടുള്ള യക്ഷത്വേന തൽക്ഷണാത്, അപ്പൊ തന്നെ ഉടൻ തന്നെ ഭവാൻ അഭി, ഭഗവാനും സ്തവൈഹി, നല്ലോണം ഭഗവാനെ സ്തുതിച്ചു, സ്തോത്രങ്ങളെ കൊണ്ട് അഭാജി, സ്തുതിക്കുകയും ചെയ്തു, ഭജിക്കുകയും ചെയ്തു എന്നതാണ്. ഭഗവാനെ നന്നായിട്ട് ഭജിച്ചു. അപ്പോൾ ഈ കൃഷ്ണനോട് മേൽപ്പത്തൂർ പറയാണ്, ഇങ്ങനെ ഗോവിന്ദനായിട്ടുള്ള ഭഗവാനെ അങ്ങ് രണ്ടുപേരും തന്നെ, അങ്ങാണ് ഈ രണ്ടുപേർക്കും മരുത്ത് വൃക്ഷങ്ങളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നാരദനാൽ ശാപത്തെ കൊടുത്തത്. അത് ഭഗവാന്റെ ഇച്ഛയാണ്. ഇപ്പോൾ ഇതാ അവര് മുക്തി നേടി, അതും ഭഗവാന്റെ ഇച്ഛയാണ്.
അവരുടെ ഉള്ളിൽ നിന്നും ഈ ദേവത്വം ദിവ്യൻ എന്നുള്ള നിലയ്ക്ക് പുറത്തേക്ക് വന്ന ഇവർ രണ്ടുപേരും വളരെ ശോഭയുള്ളതായി തീർന്നു. അവർ യക്ഷന്മാരായിട്ട് തീർന്നു. ആ യക്ഷന്മാര് മുക്തി കിട്ടി എന്നുള്ള, അത് മാത്രമല്ല എന്തെന്നൊക്കെ മുക്തി കിട്ടി, നെഗറ്റീവ്സിൽ നിന്ന് മുഴുവൻ മുക്തി കിട്ടി. അതാണ് മുക്തി. പലതരത്തിലാണല്ലോ മുക്തി എന്നുള്ളത്. ലയം എന്നുള്ള അർത്ഥം മുക്തിയുണ്ട്. ഇനി ഭഗവാനിൽ നിന്ന് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജന്മം വേണ്ട. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശിവപാർഷന്മാരായിട്ട് തന്നെ വീണ്ടും ചെല്ലുകയാണ്. അഹല്യയ്ക്ക് ഗൗതമന്റെ ഭർത്താവ്, ഗൗതമന്റെ ഭാര്യയായിട്ട് വീണ്ടും ജന്മം കൊടുക്കുകയാണ് ഉണ്ടായത്. അതെങ്കിൽ അതേ അവസ്ഥയിലേക്ക് തന്നെ മാറ്റി തീർക്കുകയാണ് ഉണ്ടായത് ശ്രീരാമനാൽ. പക്ഷേ ശബരിക്ക് അങ്ങനെയല്ല, മുക്തി കൊടുക്കാണ്ടായത്. ശരഭങ്കന് അങ്ങനെയല്ല, വീണ്ടും ഒരു ജന്മം വേണ്ട, അങ്ങനെ മുക്തി കൊടുക്കാണ്ടായത്. അപ്പോൾ മുക്തി എല്ലാം ഒരുപോലെയല്ല. ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ തൊട്ടുള്ളവർക്കൊക്കെ വീണ്ടും ജനിക്കാൻ വേണ്ടിയിട്ടാണ് മുക്തി കൊടുത്തത്. നാരദനെ പോലെയുള്ള ജീവൻ അവർക്ക് ഈ കർമ്മമുണ്ടെങ്കിലും അവർക്ക് കർമ്മത്തെ ബാധിക്കുന്നില്ല എന്ന രീതിയിലുള്ള മുക്തിയാണ്. പ്രഹ്ലാദൻ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും ഈ കർമ്മപ്രാരബ്ധങ്ങൾ വരില്ല. രാക്ഷസ രാജാവായിട്ടാണ് ഇവിടെ ഇപ്പോഴും മന്വന്തരക്കാലം മുഴുവനെ വസിക്കുന്നത് എങ്കിലും ഒന്നും ബാധിക്കുന്നില്ല. അപ്പോൾ മുക്തി പലതരത്തിലാണ്. അപ്പോൾ ഇവിടെ കൊടുത്ത മുക്തി എന്താണ്? യക്ഷന്മാരായിട്ട് തന്നെ അവരെ ആക്കി തീർത്തു. അതിനുശേഷം അവർ നന്നായിട്ട് സ്തുതിച്ചു. എന്താ സ്തുതിച്ചത്? മനഃശുദ്ധി വന്നപ്പോഴത്തെ സ്തുതിയാ. അങ്ങനെ സ്തുതികളൊക്കെ കേട്ട ഭഗവാനെ, അഭാജി ശാഖിദ്വിതയം യഥാ ത്വയാ തദാ ഏവ തൽഗർഭതലാത് നിരേയുഷ മഹാത്വിഷ യക്ഷയുഗേന തൽക്ഷണാത് അഭാജി ഗോവിന്ദ ഭവാൻ അഭി സ്തവൈഃ ഇഹാന്യഭക്തോപി സമേഷ്യതി ക്രമാത് ഭവന്തമേതൗ ഖലു രുദ്രസേവകൗ മുനിപ്രസാദാൽ ഭവദഘ്രിമാഗതൗ ഗതൗ വൃണാനൗ ഖലു ഭക്തിമുത്തമാം. ഇഹ ഭഗവാനെ, ഈ ലോകത്തില് അന്യഭക്ത അപി, മറ്റ് ദേവന്മാരെ ഭജിക്കുന്നവർ കൂടി ക്രമാത് ഭഗവാനെ ക്രമേണയായിട്ട് ഭവന്തം സമേഷ്യതി, അങ്ങയെ പ്രാപിക്കും. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. അങ്ങനെയാണ്. ഏത് ദേവനെ സ്മരിച്ചാലും ഒടുക്കം എവിടെ എത്തിച്ചേരുക? ഭഗവാങ്കലാണ് എത്തിച്ചേരുക. കാരണം മുക്തിതനാണ് ഭഗവാനെ. അതുകൊണ്ട് രുദ്രസേവകൗ ഏതൗ ഖലു, ഈ ശിവന്റെ ഭക്തന്മാരായിട്ടുള്ള ശിവ സേവകന്മാരായിട്ടുള്ള ഈ രണ്ടുപേരും നളഗോപുര മണിഗ്രീവന്മാര് മുനിപ്രസാദാത്, നാരദന്റെ അനുഗ്രഹം കൊണ്ട് ഭവന്തം, അങ്ങയെ ആഗതൗ, പ്രാപിച്ചവരായി. അപ്പോൾ ജോലി ചെയ്യുന്നത് മഹാദേവന് വേണ്ടിയിട്ട്, മഹാദേവൻ പറഞ്ഞ പ്രകാരത്തില്. എന്നാൽ ഇനി ഈ നാരദന്റെ ശാപമുക്തി കിട്ടിയതിന് ശേഷമുള്ള അവസ്ഥയോ, അവര് ഭഗവാന്റെ ഭക്തന്മാരായിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെ ഉത്തമാം ഭക്തിം, ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭക്തിയെ വൃണാനോ, മാത്രമല്ല വരം കൊടുക്കുന്നവനായിട്ട് ഗതൗ ഖലു, അങ്ങയുടെ ഈ ഭക്തന്മാരായിട്ട് അങ്ങയുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട്, വരം സ്വീകരിച്ചുകൊണ്ട് ശുദ്ധചിത്തന്മാരായിട്ട് വീണ്ടും മഹാദേവന്റെ അടുത്തേക്ക് തന്നെ പോവുകയും ചെയ്തു. ഇഹ അന്യഭക്തഃ അപി സമേഷ്യതി ക്രമാത് ഭവന്തം ഏതൗ ഖലു രുദ്രസേവകൗ മുനി പ്രസാദാത് ഭവത് അഘ്രിം ആഗതൗ ഗതൗ വൃണാനൗ ഖലു ഭക്തിം ഉത്തമാം. ഇഹ അന്യഭക്തഃ അപി ക്രമാത് ഭവന്തം സമേഷ്യതി രുദ്രസേവകൗ ഏതൗ ഖലു മുനിപ്രസാദാത് ഭവന്തം ആഗതൗ ഉത്തമാം ഭക്തിം വൃണാനൗ ഗതൗ ഖലു. ഈ ലോകത്തില് മറ്റ് ദേവതാഭക്തന്മാര്, അന്യദേവന്മാരെ ഭജിക്കുന്നവരും ക്രമേണയായിട്ട് ഭഗവാനെ തന്നെ പ്രാപിക്കും. അപ്പൊ ശിവഭക്തന്മാരായിട്ടുള്ള ഈ രണ്ടുപേരും കുബേരസോനുക്കള്, നളഗോപുര മണിഗ്രീവന്മാര് നാരദന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവാനെ തന്നെ പ്രാപിച്ചവരായിട്ട് ഉത്തമ രീതിയിലുള്ള ഭക്തി കിട്ടിയത്. പിന്നെ വരം കൊടുക്കുക എന്നുള്ളതും വരം വാങ്ങുക എന്നുള്ളതും ഭഗവാന്റെയും ഭക്തന്റെയും സമയാസമയങ്ങളിൽ ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ ഈ കാലം വന്നപ്പോഴാണ് ഈ ഭക്തി കിട്ടിയത്. അങ്ങനെ ഭക്തിയെ വരം കൊടുക്കുന്നവനായിട്ട് തങ്ങളുടെ സ്ഥാനത്തേക്ക് തന്നെ പോയല്ലോ, ദേവത്വം സ്വീകരിച്ചുകൊണ്ട് അവർ പോയി. അപ്പോൾ അവർക്കും ഇനി ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വരം കൊടുക്കാൻ സാധിക്കും. ദേവന്മാരങ്ങനെയാണല്ലോ. ദേവത്വത്തെ കിട്ടി എന്നതാണ് അവിടെ, ഭഗവാന് തുല്യത കിട്ടി എന്നതാണ്. അപ്പോൾ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വെറുതെ ആവില്ല. ഇത്രയും കാലം അവിടെ നിന്ന് വിചാരിച്ചിട്ട് പരിഭ്രമിക്കാനൊന്നുമില്ല. അതും ഒരു അനുഗ്രഹമാണ്, ഭഗവാന്റെ ലീലയാണ്.
ഇതൊക്കെ അതാത് ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള സുഖദുഃഖങ്ങളെ കാണിക്കുന്നു. ഇവിടെ ദുഃഖമായിട്ട് ഭവിച്ചുവെങ്കിലും അത് സുഖപര്യവസായി ആയതുകൊണ്ട് സാരമില്ല. അഹങ്കാരം തീർന്നു, കൂടുതൽ ഭക്തി കിട്ടി. അതും നാരദനെ പോലെയുള്ള ഒരു മഹാഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. ഇപ്പോൾ എപ്പോഴാണ് ഗുരുത്വം നമ്മുടെ അടുത്തേക്ക് വരിക എന്നുള്ളത് നമുക്കറിയില്ല. എല്ലാവരും ഗുരുക്കന്മാരല്ല, കലികാലത്തിൽ ഗുരുക്കന്മാർ ഇല്ല. പക്ഷേ ഗുരുത്വം ഓരോരുത്തരിലും ഉണ്ട്. ഗുരുക്കന്മാരില്ല എന്നുള്ളൂ, ഗുരുക്കന്മാരായിട്ട് വേഷം കെട്ടണവരേ ഉള്ളൂ. ഗുരുത്വം അവരിലുണ്ട്. അവരിലൂടെ പറയുന്നത് പലതും നമുക്ക് ഗുരുത്വമായിട്ട് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഗുരുത്വത്തെ സ്വീകരിച്ചാൽ മതി. കലികാലത്തിൽ വ്യക്തിഗത ഗുരു എന്ന നിലയ്ക്ക് ഒരാളെ എടുക്കണ്ട. കാരണം അവർ ആചരിക്കുന്നത്, ഗുരു ചെയ്യുന്നത് നമുക്ക് അനുകരിക്കാൻ സാധിക്കണം എന്നതാണ് നിയമം. വേദം പറയുന്നത് അങ്ങനെയാണ്. കൃതയുഗത്തിലേതായിട്ടുള്ള ഗുരുക്കന്മാര്, ബ്രാഹ്മണന്മാര് ചെയ്യുന്നതൊക്കെ ശിഷ്യന്മാർക്ക് അനുകരിക്കാം, അവിടെ കുഴപ്പങ്ങളുണ്ടാവില്ല. പക്ഷേ കലികാലത്തിൽ ചെയ്യുന്നവർ സ്വാർത്ഥമോഹികളായിട്ടോ തമോ ഗുണികളായിട്ടോ അവർ രജോ ഗുണം കൊണ്ട് പലതും ചെയ്യും. അതേപോലെ ശിഷ്യന്മാരിൽ നിന്നും പലതും വസൂലാക്കും, ഊറ്റും. അപ്പം അങ്ങനെ ഊറ്റുന്നവരൊന്നും ഗുരുക്കന്മാരല്ല, അത് ഗുരുത്വമല്ല. പക്ഷേ അവരിലൊരു ഗുരുത്വമുണ്ട്. ആ ഗുരുത്വത്തെ സ്വീകരിക്കാൻ ശിഷ്യനായിട്ട് ചെല്ലുന്നതുകൊണ്ട് വിരോധമില്ല, അത്രയേ ഉള്ളൂ. ആത്മീയ ഗുരുസ്ഥാനത്ത് കാണരുത് എന്നേ പറഞ്ഞതിൻ്റെ സാരമുള്ളൂ. വേഷം കെട്ടുകൊണ്ട്, വാക്ക് ചാതുര്യത്തെ കൊണ്ട്, മയക്കപ്പെടുന്നതായിട്ടുള്ള പല പ്രവൃത്തികളെ കൊണ്ട്, അതൊക്കെ പലതും കാണും. അതൊക്കെ ഒരു കാപട്യം എന്നേ പറയാൻ നിർത്തിയുള്ളൂ, പൂർണ്ണമല്ല. കലികാലത്തിൽ നെഗറ്റീവ്സ് ഇല്ലാത്തതായിട്ടുള്ള ഒരാളുമില്ല. മർത്യഭാവത്തിൽ എന്തായാലും വരാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആത്മീയ ഗുരുസ്ഥാനത്ത് അവരെ കാണരുത്. അവരുടെ ഗുരുത്വത്തെ സ്വീകരിക്കാം, അവരെ അനുകരിക്കണ്ട. നമുക്ക് ആ ഗുരുത്വം അത് അനുകരിക്കപ്പെടാവുന്നതാണ് എന്ന് വിശകലനം ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാം, അത്രയേ പറ്റുള്ളൂ. അതല്ലാതെ കൊണ്ട് ഈ പരിപൂർണമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ഗുരു എന്നുള്ള നിലയ്ക്കോ സന്യാസി എന്നുള്ള നിലയ്ക്കോ അതൊന്നും കൂട്ടിയാൽ പറ്റില്ല. കലികാലത്തിൽ അതില്ല, പറഞ്ഞിട്ടില്ല, സാധ്യമല്ല. അതാണ് കാരണം. മനസ്സ് കലുഷിതമാണ്, കന്മഷമുണ്ട്. പൂർണ്ണമായിട്ട് ശുദ്ധമായിട്ടുള്ള ഒരാൾക്ക് പ്രപഞ്ചവുമായിട്ട് ബന്ധം തന്നെ ഉണ്ടാവാൻ ഞെരുക്കാണ്. അവർ ഭഗവാനെ പോലെ തന്നെ കാണാതെയാവുക, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കൊക്കെ ഉണ്ടാവുക, നിറഞ്ഞു നിൽക്കില്ല എന്ന് സാർ. അപ്പോൾ അങ്ങനെ ഒരു ഭാവത്തിലേ നമുക്ക് കലികാലത്തിൽ ഗുരുക്കന്മാരെ കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ ഗുരുത്വത്തിൽ നമ്മൾ അവരുടേതായിട്ടുള്ള ഈ ശ്രേഷ്ഠ ഭാവങ്ങളെ, അറിവിനെ ഈ അനുകരിക്കാൻ പറ്റുമെന്ന്, അനുകരിച്ചാൽ ദോഷം വരില്ല എന്നുള്ളത് ഉറപ്പുള്ളതിനെ മാത്രം സ്വീകരിക്കുക. അതാണ്. ഇനി അടുത്തത് തതസ്തരോദ്ധാരണ ദാരുണാരവ പ്രകമ്പി സമ്പാദിനി ഗോപമണ്ഡലേ വിലജ്ജിതത്വജ്ജനനി മുഖേക്ഷിണ വ്യമോക്ഷി നന്ദേന ഭവാൻ വിമോക്ഷതാം. അതിൻ്റെ അടുത്ത പരിണത ഫലം ആണ് ഇനി പറയുന്നത്. തതഹ ഗോപമണ്ഡലേ, ആ സമയത്ത് ഈ ഗോപന്മാരുടെ ഗൃഹങ്ങളിൽ അവരെ ഓരോരുത്തരും അപ്പോൾ അനുഭവിച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾ, അതാണ് ആ ഗോപമണ്ഡലത്തിൽ മുഴുവൻ ഉണ്ടായി. പശുക്കൾക്കായാലും മരങ്ങൾക്കായാലും ഗോപന്മാർക്കായാലും അതേപോലെ ഗോപബാലന്മാർ ഇവിടെ ഉണ്ട്, കുറേ മറ്റേ ഉണ്ടാവുമല്ലോ, അതേപോലെ ഗോപികൾക്കായാലും. അതാണ് ഗോപമണ്ഡലം മൊത്തം പറഞ്ഞെടുക്കുക. തരു ദാരുണാരവ പ്രകമ്പി സമ്പാദിനി. തരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങൾ, ധാരണം അവരുടെ കീറലെന്നോ അല്ലെങ്കിൽ അവരുടെ കീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം എന്താ ഉണ്ടാവുക, മരങ്ങൾ കടപുഴങ്ങി താഴത്തേക്ക് വീണു, അല്ലെങ്കിൽ രണ്ട് മരങ്ങളായിട്ട് വീണു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ദാരുണ ആരവം, വളരെ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ശബ്ദം, രവം, ആരവം. അത് രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദമാണ്. ആരവം എന്ന് പറയുമ്പോൾ ഉറക്കെയുള്ള ശബ്ദം. ദാരുണമായിട്ടുള്ള ഭീകരമായിട്ടുള്ള പ്രകമ്പി, മാത്രമല്ല അതിങ്ങനെ കമ്പനം കൊള്ളിച്ചു, വിറപ്പിച്ചു, ഭയം കൊണ്ട് വിറപ്പിച്ചു. എന്നിട്ടോ സമ്പാദിനി, അങ്ങനെ എല്ലാവരും ഈ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടിക്കൂടി എന്ന് സാർ. അതാണ് സമ്പാദിനി, എല്ലാവരും ഓടിയെത്തി. ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ ഈ മരങ്ങളോട് വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ ഭയങ്കര പേടിയായി. മാത്രമല്ല ആ മരങ്ങൾ കടപുഴങ്ങിയിട്ടാണ് വീണത്. തരു മരങ്ങൾ, ധാരണം കീറി അല്ലെങ്കിൽ അത് കടപുഴങ്ങി, പിന്നെ ദാരുണം വളരെ ഭയപ്പെടുത്തിക്കൊണ്ട്
ആരവം, എന്തൊരു രവ. നമ്മൾ ആരവം എന്നൊക്കെ പറയുമ്പോൾ അത് ഈ ഘോഷങ്ങൾക്ക് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നല്ല ഘോഷം തന്നെയാണ്, പക്ഷേ പേടിപ്പെടുത്തുന്നതെന്ന് മാത്രം. ആ ഇല പച്ചില തറച്ചിങ്ങനെ നിൽക്കുകയാണ്. അത് ഒന്നിച്ചാണ്ട് വീഴുമ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടാവുന്ന പോലെ ഉണ്ടാവുകയും ചെയ്യും. ശബ്ദം അതുപോലെ തന്നെ മൂളച്ച ഉണ്ടാവും. ശബ്ദങ്ങൾ പലതരത്തിലുണ്ടാവും. മറ്റേ മരം പൊട്ടിച്ചാൽ അതിൻ്റെ ക്രേ എന്നുള്ള ശബ്ദം, അങ്ങനെയല്ലേ. ഇങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ശബ്ദത്തെ കേട്ട് മാത്രമല്ല എല്ലാവരും പേടിച്ചു പോയി, പ്രകമ്പി എന്നും പറയണ്ട. എന്നിട്ടോ സമ്പാദിനി, അപ്പം എന്താ അതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉത്സാഹത്തോട് കൂടിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. എന്താ ഉത്സാഹം? കൃഷ്ണനൊന്നും പറ്റരുതേ, എന്താ യശോദര ഗൃഹത്തിലാണല്ലോ, ഈ പ്രകാരത്തിലാണ്. അപ്പോൾ അങ്ങനെ അവർ ഓടി വന്നു. എന്നിട്ടോ വിമോക്ഷത, മോക്ഷം നൽകുന്നതായിട്ടുള്ള ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങയെ വിലജ്ജിത ത്വജ്ജനനി മുഖേക്ഷിണ, അങ്ങയുടെ അമ്മയുടെ ഈ ലജ്ജിച്ച മുഖത്ത് സാഗൂതം നോക്കുന്ന, അതാണ് അർത്ഥം. എന്താ അത്? വിലജ്ജിത, ലജ്ജയോട് കൂടിയിട്ട്. എന്താ ലജ്ജ? ലജ്ജ എന്നുള്ളത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു ഭാവമാണ്, മുഖത്തെ ഭാവമാണ് ലജ്ജ. നമ്മളൊരു തെറ്റ് ചെയ്തു, അപ്പോൾ അത് മനസ്സിലായിച്ചാൽ അത് ലജ്ജയാണ്. മറ്റൊരാളെ അറിഞ്ഞു വെച്ചാൽ നമ്മൾ സ്വയമേ പറഞ്ഞാൽ മതി. നമ്മൾ അറിഞ്ഞാലും മറ്റൊരാളായിപ്പോയി. അപ്പോൾ ആ സമയത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ലജ്ജയായി. നമ്മൾ തെറ്റ് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ ജസ്റ്റ് ബിഫോർ, അപ്പോഴും ഈ തെറ്റാണ് ചെയ്യാൻ പോണതേ, അത് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഈ ഭാവം വരും. അതാണ് ലജ്ജ. അങ്ങനെ വിലജ്ജിത ത്വത് ജനനി, അങ്ങയുടെ അമ്മയാകുന്ന യശോദാമ്മ, ആ അമ്മയുടെ മുഖത്ത് മുഖേക്ഷിണ, ആ മുഖത്ത് തന്നെ നോക്കി നിൽക്കുക ഉണ്ണി. അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. അമ്മ ഇങ്ങനെ ലജ്ജിച്ച് തലതാഴ്ച നിൽക്കുക. എന്താ ലജ്ജ? ഉണ്ണിയെ കെട്ടിയിട്ടുമല്ലോ ഒരലിൻ്റെ മുകളിൽ, എന്നിട്ട് ഞാൻ പോയില്ലോ, ഉണ്ണിയെ ശ്രദ്ധിച്ചില്ലല്ലോ. ഉണ്ണിയെ വയറിൽ കെട്ടാൻ പാടില്ല, അത് വലിയ തെറ്റ്. ആ ഉണ്ണിയെ ഇങ്ങനെ ഒരലിൻ്റെ മുകളിൽ കെട്ടാൻ പാടില്ല, ചില ഒരു തൂണിൻ്റെ മുകളിൽ, ഒരലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കട്ടിലിൻ്റെ മുകളിൽ അത് കെട്ടിടാൻ പാടില്ല, അത് വലിയ തെറ്റ്. എന്നിട്ടോ നോക്കാതെ ഒരാളും അവിടെ ഇല്ല. ഈ കുട്ടികളുണ്ടല്ല എന്നല്ല, ഉത്തരവാദിത്തം അമ്മയ്ക്കാണേ. അത് നോക്കാതെ കണ്ട് ഞാൻ പോയില്ലേ. അപ്പം എന്തൊക്കെ തെറ്റാ സംഭവിച്ചത്? വയറിൽ കെട്ടി, ഒരലിൽ കെട്ടി, ആളെ ശ്രദ്ധിക്കാതെ കണ്ട്, കുട്ടിയെ ശ്രദ്ധിക്കാതെ കണ്ട് താൻ പോവുകയും ചെയ്തു. 3 തെറ്റാ. മനസ്സിലായി, തെറ്റ് ബോധ്യം വന്നു, ലജ്ജിച്ചു. അങ്ങനെ ലജ്ജിച്ചുകൊണ്ട് നിൽക്കണ അമ്മയുടെ മുഖത്ത് ഈ ഉണ്ണി നോക്കുകയാണ് നിഷ്കളങ്ക ഭാവത്തോട് കൂടിയിട്ട്. എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടുമല്ലോ, അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേ, എന്നെ കെട്ടിയിട്ടു ഒരലിൻ്റെ മുകളിൽ കെട്ടിയിട്ടു വയറിലേ. എന്താ കഥ? പാടും അമ്മേ. ഇത് അമ്മയ്ക്ക് മനസ്സിലായപ്പോൾ അമ്മയ്ക്ക് ലജ്ജയോട് വല്ലാത്ത ലജ്ജയായിപ്പോയി. അപ്പോഴോ നന്ദേന വ്യമോക്ഷി, ആ സമയത്താണ് നന്ദഗോപുരം അവിടെ എത്തിയത്. നന്ദഗോപുരം ഈ ഉണ്ണിയെ അഴിച്ചിടുകയും ചെയ്തു. കയറൊക്കെ അഴിച്ചു, എന്നിട്ട് ലാളിച്ചു. അപ്പോൾ അവിടെ എന്താ ചോദ്യമുണ്ട്. എപ്പോൾ ചോദിച്ചാലും ഉണ്ണി ചോദിക്കുകയാണ് ഇത്ര. അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ണി ആരുടെ ഉണ്ണിയാ എന്ന് ചോദിച്ചാൽ അമ്മയുടെ ഉണ്ണി എന്നേ പറയാറുള്ളൂ. യശോദയാണ് ചോദിക്കാറ്. പക്ഷേ ഇപ്പം ചോദിച്ചത് നന്ദഗോപുര. ഉണ്ണി ആരുടെ ഉണ്ണിയാ? ഇന്ന് മുതൽ ഞാൻ അച്ഛൻ്റെ ഉണ്ണിയാട്ടോ എന്ന് ഭാഗവതത്തിലില്ലെങ്കിലും അതങ്ങനെ ഒരു വരിയുണ്ട്. തതസ്തരുദാരുണദാരുണാരവപ്രകമ്പി സമ്പാദിനി ഗോപമണ്ഡലേ വിലജ്ജിതത്വജ്ജനനീ മുഖേക്ഷിണാവ്യമോക്ഷി നന്ദേന ഭവാൻ വിമോക്ഷതാം. ഇനിയോ മഹീരുഹോർമധ്യഗതോ പദാർഭഗോ ഹരേഃ പ്രഭാവാദപരീക്ഷതോധുനാ ഇതി ബ്രുവാണേർഗമിതോ ഗൃഹം ഭവാൻ മരുർപുരാധീശ്വര പാഹി മാം ഗതാത്. അധുന, ഈ സമയത്ത് തന്നെ മഹീരുഹോഹോ, 2 വൃക്ഷങ്ങളുടെ മധ്യഗത, നടുവിൽ പെട്ടുപോയ അർഭക, ഈ കുട്ടി, ഹരേഹേ, വിഷ്ണുവിൻ്റെ പ്രഭാവാത്, മഹത്വം കൊണ്ട്, അപരീക്ഷത, കേടുകൂടാതെ തന്നെ, യാതൊരു വിഷമവും ഇല്ലാതെ കണ്ട്, ബത ഇതി, ഒരു കേടും കൂടാതെ കണ്ട് നിന്നല്ലോ, അതൊരു ആശ്ചര്യം. ബ്രുവാണൈഹി എന്ന് പറയുന്നതായിട്ടുള്ള ഈ ഗോപന്മാര് എല്ലാവരാലും ഭഗവാനെ അങ്ങ് ഗൃഹം, ഈ യശോദാമ്മയുടെ ഗൃഹത്തിലേക്ക്, നന്ദഗോപന്റെ ഗൃഹത്തിലേക്ക്, ഉണ്ണിയുടെ വീട്ടിലേക്ക് ഗമിത ചെന്നു. എന്നിട്ടോ അങ്ങനെയുള്ള ഭഗവാനെ, അവിടെ ആശ്വാസമാണല്ലോ, സർവം ശുഭമായിട്ടല്ലേ, ഉണ്ണിക്കൊന്നും പറ്റിയില്ലോ എന്ന് സമാധാനിച്ച് എല്ലാവരും യശോദയുടെ അടുത്തേക്ക് എത്തി, ഗൃഹത്തിലെത്തി. അങ്ങനെയുള്ള മരുൾപുരാധീശ്വര, ഈ ഗുരുവായൂരിൽ ഈശ്വരനായിട്ട് കഴിയുന്ന ശ്രീകൃഷ്ണ, മാം ഗതാത് പാഹി, എന്നെ എൻ്റെ ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷിച്ചാലും, പാഹി എന്ന് പ്രകാരം ഒരു
പ്രാർത്ഥന മേൽപ്പത്തൂര് നടത്തി ദശകം അവിടെ സമാപിപ്പിച്ചു. അധുന ഇപ്പോൾ തന്നെ മഹീരുഹോഹോ ഈ 2 വൃക്ഷങ്ങളുടെ മധ്യഗത നടുവിൽ പെട്ടുപോയപ്പോൾ, അതായത് മരങ്ങൾ കടപുഴകി വീണു. ആ 2 മരങ്ങളുടെയും നടുക്കിൽ ഉണ്ണിക്ക് യാതൊരു കേടുമില്ലാതെ ഉണ്ണി അവിടെ നിൽക്കുക, ഒരു കേടുമില്ല. അങ്ങനെയുള്ള ഈ ഉണ്ണി അർഭകഹ, ഈ ചെറിയ ഉണ്ണി ഹരേഹേ ആ വിഷ്ണുവിന്റെ പ്രഭാവാത് ഭഗവാൻ നമ്മുടെ ഉണ്ണിയെ രക്ഷിച്ചിരിക്കുന്നു കേട്ടോ എന്ന് യശോദി നന്ദഗോപരും അവിടെയുള്ള ഗോപാലന്മാരെ എല്ലാവരും ഒരേപോലെ പറഞ്ഞു. അതേപോലെ പറയാതെ കണ്ട് പശുക്കളും മറ്റു മരങ്ങളോ സസ്യാരങ്ങളോ ഒക്കെ പറഞ്ഞു, പക്ഷിമൃഗാദികളോ ഒക്കെ പറഞ്ഞു. അപരീക്ഷത ഒരു കേടുമില്ലാതെ എന്ന് രക്ഷിക്കപ്പെട്ടുല്ലോ, നന്നായിട്ട് തന്നെ. അപരീക്ഷത ചുറ്റും ഒരു അപായവും ഇല്ലാതെ കണ്ട് ഒരു പ്രഭാവലയം തീർത്ത കൂട്ടത്തില് ഈ ദേവന്മാരെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ഒരു ഭാവത്തില് അമ്മയുടെ ദുർഗയുടെ ഒരു ലീല പറയേണ്ടത് അഗ്നി വലയമായിട്ട് ചെയ്തു എന്ന കൂട്ടത്തില് ഭഗവാന്റെ പരിരക്ഷ എപ്രകാരത്തിലൊക്കെ വരും. ഒരു ശരം വന്നാൽ പോലും ആ വലയത്തെ ഭേദം ചെയ്യില്ല, സുരക്ഷാ കവചം. അപ്പോൾ ഒരു കവചമായിട്ട് നിന്നു ഭഗവാന്റെ വിഷ്ണുവിന്റെ അനുഗ്രഹം. ബദഹ ഇതി ബ്രുവാണൈഹി, ഇതെന്തായാലും വലിയൊരു ആശ്ചര്യം തന്നെയാണ് എന്ന് എല്ലാവരാലും പറയപ്പെട്ടു. അതേപോലെ ഭവാൻ ഗൃഹം ഗമിത, മാത്രമല്ല ഇവരെല്ലാവരും ഭഗവാന്റെ ഒപ്പം, അതായത് ഭഗവാനെയും കൊണ്ട് എല്ലാവരും കൂടിയിട്ട് ഗൃഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് മരുപുരാധീശ്വര, ഈ ഗുരുവായൂരപ്പനായിട്ട് ഇവിടെ ഇരിക്കണ്ടല്ലോ, അങ്ങ് എന്നെ രക്ഷിക്കുമാറാകണേ, എന്നെ രക്ഷിക്കണേ എന്നിപ്രകാരം പ്രാർത്ഥിച്ചു. മഹീരുഹോഹോ മധ്യഗതഃ ബത അർഭകഃ ഹരേഃ പ്രഭാവാത് അപരീക്ഷതഃ അധുന ഇതി ബ്രുവാണൈഃ ഗമിതഃ ഗൃഹം ഭവാൻ മരുൽപുരാധീശ്വര പാഹി മാം ഗതാത്. ഇങ്ങനെ ശ്ലോകം. ഭഗവാന്റെ അനുഗ്രഹം എനിക്കും വേണം എൻ്റെ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ, ഭവരോഗങ്ങളിൽ നിന്നും ശരീരരോഗങ്ങളിൽ നിന്നും മനസ്സിന്റെ കൽമഷത്തിൽ നിന്നും ഈ കലികൽമഷത്തിൽ നിന്നും ഒക്കെ രക്ഷിക്കണേ എന്ന് പ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് ദാമോദരനെ നന്നായിട്ട് സ്തുതിച്ചു മേൽപ്പത്തൂര് ശ്രീകൃഷ്ണനെ നോക്കിക്കൊണ്ട്. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും നമ്മെ എല്ലാ അർത്ഥത്തിലും എല്ലാവരും കൂടിയിട്ട് കൂട്ടപ്രാർത്ഥനയോട് കൂടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനൊരു കവചമായിട്ട് ഞങ്ങളെ രക്ഷിക്കുമാറാകണേ എന്ന. അപ്പം ആ കവചമാണ് അപരീക്ഷിത ഭാവം. മഹീരുഹോർമധ്യഗതോപദാർഭഗോ ഹരേഃ പ്രഭാവാദപരീക്ഷതോധുന ഇതി ബ്രുവാണൈർഗമിതോ ഗൃഹം ഭവാൻ മരുൽപുരാധീശ്വര പാഹി മാം ഗതാത്. ഇപ്പോൾ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഭഗവതോന്മുഖമാക്കി തീർക്കുകയാണെങ്കിൽ, ഏതൊക്കെ തരത്തിൽപ്പെട്ടതായിട്ടുള്ള ആപത്തുകൾ വരികയാണെങ്കിലും അതൊക്കെ ഭഗവാനാൽ ഈ കവചം പോലെ രക്ഷിക്കപ്പെടും. കാരണം സദാസമയത്തും ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് സദാസേവ്യ ഭാവത്തില് ഭഗവാൻ മാത്രമേ നമ്മെ രക്ഷിക്കാനുള്ളൂ എന്ന തോന്നലോട് കൂടിയിട്ട് അനന്യ ശരണാഗതനായിക്കൊണ്ട് ഭഗവാനെ ആരാണോ ആശ്രയിക്കുന്നത്, ഭഗവാന്റെ നാമത്തെയായാലും രൂപത്തെയായാലും ഈ ലീലകളെയായാലും ഭഗവാന്റെ ഭക്താനുഗ്രഹമാകുന്ന ഗുണത്തെയായാലും ഭഗവാന്റെ ധാമമാകുന്ന വൈകുണ്ഠത്തെയായാലും ആരാണോ ആശ്രയിക്കുന്നത് അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും. അതിന് കൂട്ടപ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്കും ഭഗവാനെ ആശ്രയിക്കാം. അങ്ങനെയുള്ള ഭഗവാൻ നമ്മെ രക്ഷിക്കുമാറാകട്ടെ. വാണീ ഗുണാനുകഥനെ ശ്രവണൗ കഥായാം ഹസ്സൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസജികൽ പ്രണാമേ ദൃഷ്ടിസ്തതാം ദർശനേസ്തു ഭവത്തനൂനാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുവായൂരപ്പ. ഈ ദാമോദര ലീല 3 ഭാഗങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നാരായണീയത്തിൽ 47ഉം 48ഉം 2 ദശകങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി ഇത്രയും ആപത്തുകൾ സംഭവിച്ചുവല്ലോ, അപ്പം അതുകൊണ്ട് നമുക്ക് ഭൂമിയുടെ കുഴപ്പമാണോ എന്ന് എല്ലാവരും കൂടിയിട്ട് ഒന്ന് ആലോചിക്കുന്നു. ആ മീറ്റിങ്ങിൽ തീരുമാനമാകുന്നത് ഉപനന്ദൻ എന്ന ഒരു രാജാവ് തന്നെയാണ്, ഒരു നാടുവാഴി. അദ്ദേഹം പറഞ്ഞു, അടുത്ത ഗ്രാമത്തിൽ വൃന്ദാവനം എന്ന ഒരു സ്ഥലമുണ്ട്, സർവകാല സുഖാവഹമാണ്, അവിടെ നമുക്ക് പോവാം എന്ന പ്രകാരം വൃന്ദാവന പ്രവേശമാണ് അടുത്ത ദശകത്തിൽ പറയണത്. നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് 2 ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാരായണ നാരായണ നാരായണ.